ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. മൺചട്ടിയോ അല്ലെങ്കിൽ കൽച്ചട്ടിയോ ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നവർ ചുരുക്കം ചിലർ ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ നമ്മൾ സെറാമിക് പാത്രങ്ങളും അലുമിനിയം, സ്റ്റീല്, നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മൺചട്ടി അല്ലെങ്കിൽ കൽച്ചട്ടി ഉപയോഗിക്കാൻ മടിയുള്ളവരും ഇച്ചിരി പാടാണ് എന്ന് കരുതി മാറ്റി വയ്ക്കുന്നവരുമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പണ്ട് കാലത്ത് നാം പാചകത്തിന് ഉപയോഗിച്ചിരുന്ന മൺചട്ടിയും കൽച്ചട്ടിയും ഒക്കെ ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഇന്നിപ്പം ന്യൂജനായിട്ടുള്ള പാത്രങ്ങളിലോട്ട് നമ്മൾ അതിന് ഫുഡ് പാചകം ചെയ്യാൻ വേണ്ടി മാറിയിട്ടുണ്ട്. ഇത്തരം ലോഹങ്ങളിൽ ചിലതെങ്കിലും വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ദോഷങ്ങളുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺചട്ടിയോ കൽച്ചട്ടിയോ ഒക്കെ ഇതേപോലത്തെ നമുക്ക് ശരീരത്തിന് ദോഷമായിട്ട് വരുന്ന രീതിയിലല്ല അതിൽ ഉപയോഗിക്കുന്ന പാചകങ്ങൾ. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരിനം പാത്രമാണ് കല്ലുകൊണ്ടുണ്ടാക്കിയത് കൽച്ചട്ടി. നാം പൊതുവെ കൽച്ചട്ടി എന്ന് പറയും. ഇതിപ്പോഴും പാചകത്തിന് ഉപയോഗിക്കുന്ന ചിലർ, ഇപ്പോൾ നമ്മളുടെ പണ്ട് അമ്മൂമ്മമാരോ ആരെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടം കൂടുതലും ഇതുപോലെ കൽച്ചട്ടി മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഫുഡായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ടേസ്റ്റും അതിൽ വെച്ചുണ്ടാക്കുമ്പോൾ ഉള്ള ഒരു രുചിയൊക്കെ അവർക്കത് അറിയാം എന്നുള്ളതാണ്. കൽച്ചട്ടിയെ കൽപ്പാത്രങ്ങളെ നാച്ചുറൽ നോൺ സ്റ്റിക്ക് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇവയിൽ സിന്തറ്റിക് കോട്ടിങ്ങുകളോ കെമിക്കലോ ഒന്നും ഉപയോഗിക്കില്ല. നിരന്തര ഉപയോഗത്തിലൂടെ ഇവ നമ്മളെ മിനുസപ്പെടുത്തി പ്രതലത്തിലേക്ക് മിനുസമുള്ള ഒരു പ്രതലത്തിലേക്ക് മാറ്റി നോൺ സ്റ്റിക്ക് ഗുണം നൽകുകയാണ് ചെയ്യുന്നത്. ആദ്യം ഉപയോഗിക്കുമ്പോൾ കുറച്ച് പാടൊക്കെ ആയിരിക്കും. പിന്നീട് അത് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ പിന്നെ നമുക്കത് ആ കൽച്ചട്ടിയോ മൺചട്ടിയോ നമുക്കത് കളയാനേ തോന്നില്ല. കാരണം അത്ര നമുക്കൊരു കംഫർട്ടായിട്ട് വരുന്ന ഒരു പാത്രങ്ങളായിരിക്കും ഇവ, കല്ലുകൊണ്ടോ മൺചട്ടിയൊക്കെ. പാചകത്തിന് ഇതേറെ സഹായിക്കുന്ന ഒന്നാണ്. ചൂടെല്ലായിടത്തും ഒരുപോലെ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണമായിട്ട് പറയുന്നത്. ഇത് പാചകത്തിന് ഗുണം കൂടുതലായിട്ട് നൽകുന്നു. മാത്രമല്ല ഇത് ഏത് തരത്തിലെ പാചകത്തിനും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഡീപ്പ് ഫ്രൈ, റോസ്റ്റിങ്, ബേക്കിംഗ് തുടങ്ങിയ എല്ലാ പാചക രീതിക്കും ചേർന്ന പാത്രങ്ങളാണ് കൽച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി എന്നുള്ളത്. ഇവയ്ക്ക് ഭക്ഷണ വസ്തുക്കൾ വരണ്ടു പോകാതെ സൂക്ഷിക്കാനും സാധിക്കും. ഇത് ഭക്ഷണത്തിൽ ഈർപ്പം നിലനിർത്തും, ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കുകയും സഹായിക്കും. പല പാത്രങ്ങളുടെയും ഭീഷണി ഇവയിലെ ലോഹ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന കെമിക്കലുകളാണ്. ഇത്തരമൊരു പ്രശ്നം കൽപ്പാത്രങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം. ഇവ നാച്ചുറൽ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ദോഷവും വരുത്തുകയില്ല നമ്മുടെ ശരീരത്തിന്. ഏറെക്കാലം കേടുകൂടാതെ ഇവ ഉപയോഗിക്കാനും സാധിക്കും. ഇവ തേഞ്ഞു പോവുകയോ ഇവയിൽ വിള്ളലുകളോ പൊട്ടലുകളോ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. മാത്രമല്ല ഇവ കൈകാര്യം ചെയ്യാനും വൃത്തിയാക്കാനും എളുപ്പമാണ്. പുതുതായി വാങ്ങുന്ന കൽപ്പാത്രങ്ങൾ സീസൺ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മയക്കി എടുക്കുമല്ലോ, നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ആദ്യം കൽപ്പാത്രങ്ങളും മൺപാത്രങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു കംഫർട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു കംഫർട്ട് കിട്ടുകയില്ല. അത് ഉപയോഗിച്ച് വരുമ്പോഴായിരിക്കും അത് ശരിയായി വരുന്നത്. ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അനുയോജ്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ 2 മിനിറ്റ് ഈ മൺപാത്രം അല്ലെങ്കിൽ കൽപ്പാത്രം വച്ചിട്ട് ചൂടാക്കണം. ചെറിയ തീയിൽ വേണം, ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ഒരു കോട്ടൺ തുണി കൊണ്ട് ഇതിലെ പൊടി തുടച്ചെടുക്കണം. ഇത് തണുത്ത ശേഷം വീര്യം കുറഞ്ഞ ഡിഷ് വാഷറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴുകാം. ഇത് തനിയെ ഉണങ്ങണം. പിന്നീട് ഇത് 30 സെക്കൻഡ് ചൂടാക്കിയ ശേഷം അല്പ എണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടിക്കൊടുത്ത് പിന്നീട് ഇത് ഒരു തുണി കൊണ്ട് തുടയ്ക്കാം. ഇത് ഏത് നനവ് നീക്കി സൂര്യപ്രകാശം അധികം എത്താത്ത ദിക്കിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ മയപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ കഴിവൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പുതിയ പുതിയ പാത്രങ്ങളും നേരത്തെ പറഞ്ഞ പോയിട്ടുള്ള പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ടായിരിക്കും പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വരുന്ന ഗുണങ്ങളേറെയുള്ള മൺപാത്രങ്ങളും കൽച്ചട്ടിയുമൊക്കെ ഒരിക്കലും മറക്കരുത്. പറ്റുന്നത് അത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. കാരണം യാതൊരു ദോഷവും നമ്മുടെ ശരീരത്തിന് ചെയ്യാത്ത പാത്രങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.